ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡ് എ ഫൈൻ ജേർണിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ട്രിപ്പിലെ ഇന്നത്തെ ലാസ്റ്റ് വിസിറ്റിങ് ഇവിടെയാണ്. ആർട്ട് ഇൻ പാരഡൈസ് എന്നാണ് ഈ ഗാലറിയുടെ പേര്. ഗാലറി മ്യൂസിയം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ കൂടുതൽ ഈ ഫോട്ടോസ് 3D എഫക്റ്റ്, അതുപോലെ ഈ ഫോട്ടോസ് നമ്മുടെ മൊബൈലിൽ കൂടെ നോക്കുമ്പോൾ ആ ഫോട്ടോസിന് ജീവൻ വയ്ക്കാം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇത് നോർമലി കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഉള്ളിൽ കയറുമ്പോൾ നമുക്കതിന് സ്റ്റാർട്ടിങ്ങിൽ ഒരു റൂം വന്നിട്ട് നമ്മൾ മുമ്പ് സ്കൂളിൽ പഠിച്ചിട്ടുള്ള കുറേ ഇല്യൂഷൻസ് ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ ഫോട്ടോസും കാര്യങ്ങളാണ് അവിടെ വെച്ചിരിക്കുന്നത്. നമ്മളിതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. വൈഫൈ ഇവർ തന്നെ തരും. പക്ഷേ വൈഫൈ ഞങ്ങൾ കണക്ട് ചെയ്തപ്പോൾ തന്നെ വലിയ സ്പീഡൊന്നുമില്ല. അപ്പോൾ ബാക്കി ഉള്ളിൽ കയറുമ്പോൾ അറിയാൻ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ മൊബൈലിൻ്റെ ആപ്പിൽ കൂടെ നോക്കുമ്പോൾ വോളിൽ വരച്ചിട്ടുള്ള ഒരു ഫോട്ടോ നമുക്ക് ഈ ആപ്പിൽ കൂടെ നോക്കുമ്പോൾ അത് ലൈവായിട്ടും, നമ്മൾ നോർമൽ ക്യാമറ അല്ലെങ്കിൽ നമ്മൾ കണ്ണോട് നോക്കുമ്പോൾ അത് ജസ്റ്റ് ഫോട്ടോ പോലെ ആയിരിക്കും ഉണ്ടാവും. 3D ഇമേജസ് ആണ് ഓൾമോസ്റ്റ് എല്ലാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഈ ഗാലറിയുടെ ഉള്ളിലാണ്. നോർമൽ ഒരു എപ്പിസോഡ് പോലെ ഇതിൻ്റെ എല്ലാ സ്ഥലത്തും നമുക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. കണ്ട് ആസ്വദിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസമായിട്ടുള്ള സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുള്ള കുറേ ഫോട്ടോസും ഈ ലൈവ് വീഡിയോസും ഒക്കെ ഈ എപ്പിസോഡിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഈ വീഡിയോൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് കാണാം. അപ്പോൾ വെൽക്കം ടു വൺസ് അഗൈൻ എ ഫൈൻ ജേർണി. ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞോണം തന്നെ, ഈ കാണുന്നത് ഒരു ഫോട്ടോ ആണ്. ആക്ച്വലി ഒരു ഒട്ടകം, താഴത്തൊരു വെള്ളമൊക്കെ ആയിട്ടുള്ള സംഭവം. അപ്പോൾ നമ്മൾ ആ ഫോട്ടോയിൽ നമുക്ക് നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്. അപ്പോൾ ആ പൊസിഷനിൽ പോയി നിന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇത് ലൈവ് ആവും. ഇപ്പോൾ ഇത് നെക്സ്റ്റ് വീഡിയോയിൽ പുലി നടന്നു വരുന്നു. അവിടെ ഒരു ചെയറാണ്. ആ ചെയറിൽ നമ്മൾ പോയിരുന്നിട്ട് വീഡിയോ നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ, ആ ആപ്പിൻ്റെ ഉള്ളിൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ലൈവായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അവിടെ ഒരു ഫോട്ടോ പറയുന്നത് കാണാം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ആ വീഡിയോ കൂടെ നമ്മൾ നടക്കുകയെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മൂവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈവ് വീഡിയോ പോലെ, ഞാൻ അവിടെ പോയിരുന്നു, പുലി വരുന്നു. അങ്ങനെ നല്ല രസമായിട്ടുള്ള സംഭവമായിരുന്നു. സമയം പോയത് അറിഞ്ഞിരുന്നില്ല എൻ്റെ ഉള്ളിൽ.
ഈ ഫോട്ടോ ഉള്ള ഓരോ വാളിൻ്റെ മുമ്പിൽ നമുക്ക് പോയി നിൽക്കാനുള്ളൊരു പൊസിഷൻ അവർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പ്ലസ് നമ്മൾ വീഡിയോ എടുക്കാനുള്ളൊരു പൊസിഷനും മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പൊസിഷനിൽ നിന്ന് മാർക്ക് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് കറക്റ്റ് കിട്ടുള്ളൂ. നമ്മൾ വേറൊരു ആംഗിൾ പോയി കഴിഞ്ഞാൽ അതൊന്നും വർക്കാവില്ല. അപ്പം അങ്ങനെ പോയി നിന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കാണുന്നത്. ജസ്റ്റ് ഒരു ചെകുത്താൻ്റെ ചിറക്കും ബാക്കിലെ തീയും അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ആ ഒരു പൊസിഷനിൽ പോയി നിൽക്കുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി മൂവ് ആവണമെന്ന് നമുക്ക് തോന്നും. അത് വെറുതെ പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു ഫോട്ടോൻ്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കണമെന്ന് തോന്നും. പക്ഷേ ഈ ആപ്പിൻ്റെ ഉള്ളിൽ കൂടെ കാണുമ്പോൾ നമ്മൾക്ക് അതെന്താ നല്ല മൂവ്മെൻറ്റിൽ നല്ല രസമായിട്ട് തോന്നും. അതാണ് 3D ആർട്ട് എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് തരുന്ന ഒരു ഫെസിലിറ്റി. ഇത് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ല. ഇന്ത്യയിൽ നമ്മുടെ 3D ആർട്സ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ മൂവ് ചെയ്യണ 3D ആർട്സ് ഇന്ത്യയിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ഇട്ടുള്ള ആ ഒരു പ്ലേസ് മെൻഷൻ ചെയ്ത ഉപകാരമായിരിക്കും. ചെകുത്താൻ്റെ ചിറക് മാത്രമല്ല, ഇവിടെ മാലാഖയുടെ ചിറകുണ്ട്. അപ്പോൾ നമ്മളെല്ലാത്തിലും പോയി നിന്നിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്. എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഏരിയയിലേക്ക് എത്തുമ്പോഴേക്കും ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം മൊബൈലൊക്കെ ഓൾമോസ്റ്റ് ചത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പവർ ബാങ്ക് കണക്ട് ചെയ്തിട്ടാണ് വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ 2 മൊബൈലുണ്ടായിരുന്നു. 2 മൊബൈൽ ഓൾമോസ്റ്റ് ചാവാനുള്ള കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പതുക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പവർ ബാങ്ക് കാലിയോട് കൂടിയിട്ട് മൊബൈലും തീരും. അതോട് കൂടിയിട്ട് നമുക്ക് ഈ വീഡിയോന് മൂവ്മെൻറ്റ് നിൽക്കും. പിന്നെ ഫോട്ടോസ് എടുക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റുള്ളൂ. നമ്മുടെ തോറിൻ്റെ ചിറ്റികയാണ്. അപ്പോൾ ആ ചിറ്റിക വന്നിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ബാക്കിൽ വോളിൽ ആ ഫിഗറാണ്. അപ്പോൾ നമ്മൾ ആ ചിറ്റികയുടെ പിടിയുമ്പോൾ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വലിച്ചിട്ട് പോലെ ആക്ഷൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ മോളിൽ നിന്ന് ഈ ഇടിമിന്നലും സാധനങ്ങളൊക്കെ വരണം, ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും വീഡിയോയിൽ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിങ്. അപ്പോൾ എന്താ പറയുക, കുട്ടികൾക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. 100% അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം അത്രയും നല്ല രസമായിട്ട് അവർ അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണണം ദിനോസറിൻ്റെ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ, അനങ്ങാത്തൊരു ദിനോസർ. പക്ഷെ നമ്മൾ ആപ്പിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ആ ദിനോസർ ചലിക്കും. പ്ലസ് ഇവിടെ സ്പീക്കേഴ്സ് ഉണ്ട്. ആ സ്പീക്കേഴ്സിലെ ഇതിൻ്റെ സൗണ്ടും ആ ഒരു സൗണ്ട് എഫക്റ്റ് വിത്ത് വീഡിയോ ആണ് നമുക്ക് കിട്ടുക.
നമ്മുടെ വെനീസിലെ തീരം പോലത്തെ ഒരു സംഭവം. അപ്പോൾ നമ്മൾ ആ കപ്പലിൽ ഈ വഞ്ചിയിൽ കയറിയിരിക്കുമ്പോൾ സൈഡ് നിലങ്ങും വെള്ളം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഈ ആർട്ട് ആൻഡ് പാരഡൈസ് പറഞ്ഞാൽ ആക്ച്വലി 2 ഫ്ലോറിലായിട്ടാണ് ഉള്ളത്. ഓൾമോസ്റ്റ് ഒരു 2 hours വേണം ഇത് കണ്ടു തീർക്കാൻ. നമുക്ക് 2 hours ഈ പാക്കേജിൽ അവർ നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ ഞങ്ങളത് 2.5 മണിക്കൂർ എടുത്തു കണ്ടു തീർക്കാൻ. കാരണം അതുപോലെ വീഡിയോ അതിൻ്റെ ചുറ്റും നിന്നിട്ട് എന്താന്ന് പഠിക്കലും ഓരോന്നും അത്ര എന്താ പറയുക, നല്ല രസമായിട്ടുള്ള ഒരു സംഭവം കേട്ടോ. ഈ ഒരു പാവൻ്റെ അടിയിൽ നമ്മൾ ഈ ചരടമ്മ കളിക്കുന്ന ഇത് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. അപ്പം അതേപോലെ 4-5 ചരട് നമ്മൾ അതിൻ്റെ അടിയിൽ പോയിരുന്നു കഴിഞ്ഞാൽ ആ പാവ നമ്മളെ കൊണ്ട് ചരട് കളിപ്പിക്കണമെന്നൊക്കെ നമുക്ക് തോന്നും. ഇതേപോലെ കണ്ടിട്ടുള്ള ഒരു വീഡിയോയിൽ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഒരു വലിയ 2 വേലാണ്. അപ്പോൾ അത് നമ്മളവിടെ നിൽക്കുമ്പോൾ വേല് നമ്മുടെ മുന്നിൽ പാസ് ചെയ്യുക. അത് നമ്മൾ ആ വീഡിയോയിലാണ് നമുക്കത് കാണാൻ പറ്റുള്ളൂ. ഫോട്ടോയിൽ വന്നിട്ട് ആ ഒരൊറ്റ വേല് മാത്രമേ ഉള്ളൂ.
ഇവിടെ വന്നിട്ട് നല്ല വലിയൊരു മീനെ പിടിച്ചു. കണ്ടോ, നമുക്ക് അവിടെ ഒരു ചൂണ്ടയുടെ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പം അതിൻ്റെ പിടുത്തത്തിൻ്റെ അവിടെ നമ്മൾ കൈ വെച്ച് നമ്മൾ ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ ഈ മീൻ കിടന്ന് പടയ്ക്കും. നമ്മൾ ആ മീനെ പിടിക്കണം ആ ഒരു എഫക്റ്റ്. അപ്പോൾ അങ്ങനെ ഓരോന്നും അതപ്പോൾ എന്താ പറയുക, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കലാപരിപാടിയാണ്. നമ്മൾ ആ ഫോട്ടോന്ന് ആ മീനെ പിടിച്ച പുറത്ത് ഫോട്ടോയുടെ ഉള്ളിൽ കടൽ കിടന്ന് തിളയ്ക്കുന്നു, നമ്മൾ ഫോട്ടോൻ്റെ പുറത്ത് ചൂണ്ടയിട്ടിട്ട് മീനെ പിടിക്കുന്നു. ഇങ്ങനെയാണ് ഓരോരോ ഫോട്ടോസും അതിന് ജീവൻ വയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഭയങ്കര ഡിഫറൻസ് ആണ്. ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മളും നൈസായിട്ടൊരു രാജപട്ടം സ്വീകരിക്കാമെന്ന് വിചാരിച്ചു. ഈ ഫോട്ടോൻ്റെ മുമ്പിൽ നമുക്ക് മുട്ടുകുത്താനുള്ള ഒരു സ്പോട്ടുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ മുട്ടുകുത്തി നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുമ്പിൽ നിൽക്കുന്ന ആള് നമുക്ക് കിരീടദാനം ചെയ്യും. നമ്മളവിടെ പോയിട്ട് മുട്ടുകുത്തി നിന്ന് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ നമുക്ക് കാണാം. ജസ്റ്റ് ഫോട്ടോയിൽ ആളാ കിരീടം മുകളിൽ പിടിച്ച് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ വീഡിയോ ആപ്പിൻ്റെ കൂടെ നോക്കുമ്പോൾ നമുക്ക് കിരീടദാനം ചെയ്യണ പോലത്തെ കലാപരിപാടി. എന്തായാലും ഒരു രാജ്യത്തെ രാജാവെന്ന് വിചാരിച്ചു.
ഇതുപോലെ ഭയങ്കര രസമായിട്ടുള്ളൊരു ബോളാട്ടോ. എനിക്ക് തോന്നുന്നത് ഈ ആർട്ടിൻ പാലസിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ ബോള് ഈ കാണുന്നതാണ്. അപ്പോൾ ബാക്കിൽ വലിയൊരു സാമ്രാജ്യം, അതിലേക്ക് കടക്കാനുള്ളൊരു ചെറിയൊരു ഗേറ്റും അവിടെ വരെ ഒരു വഴിയാണ്. അപ്പോൾ നമ്മൾ ആ വഴിക്കൂടെ അതുവരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ്. ആ വീഡിയോസിൻ്റെ ബാക്കിൽ ഞാൻ കുറച്ച് ആ സെയിം വീഡിയോസ് എടുത്ത സ്ഥലങ്ങളിലുള്ള ജസ്റ്റ് ഫോട്ടോ ആയിട്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഫോട്ടോയിൽ നമ്മളെങ്ങനെയായിരുന്നു, പക്ഷെ വീഡിയോ വരുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്നുള്ളത് മനസ്സിലാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോട്ടോസിൽ കുറേ വെറൈറ്റി ഫോട്ടോസ് ഉണ്ട്, പക്ഷെ ചില ഫോട്ടോസൊന്നും 3D ആവില്ല കേട്ടോ. അങ്ങനത്തെ ഫോട്ടോസും ഉണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആർട്ട് ഇൻ പാരഡൈസിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കലാപരിപാടി ഏകദേശം ഇവിടെ തീർന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതാണ് ഏറ്റവും അവസാന സെക്ഷൻ, നമ്മുടെ ചെയറിൽ ആളിരുന്നിട്ട് ചവിട്ടുന്ന പരിപാടി. അപ്പോൾ ബാക്കിയുള്ള വിശേഷം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ടിൽ ദാൻ ബൈ.